ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു കല്യാണമാണ്. ഞങ്ങൾ കസിൻസ് ഒക്കെ അടിച്ചു വിളിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു കല്യാണമായിരുന്നു. മാളവിക്ക് കല്യാണം കഴിക്കണ്ട എന്നൊരു മൈൻഡായിരുന്നു. പക്ഷെ സൈബറ കണ്ടതുകൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളും ഉണ്ട്. തുടക്കത്തിൽ ഇവൾ ആക്ച്വലി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ്. അപ്പൊ മാള് സമ്മതിച്ചു. പിന്നെ ഞാൻ കല്യാണത്തിൽ എത്തിച്ചു. എന്നോടാണ് എല്ലാവരും നന്ദി പറയുന്നത്, പ്രത്യേകിച്ച് മാളുവിന്റെ അച്ഛനും അമ്മയും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം. പിന്നെ മാള് ഭയങ്കര ലക്കിയാണ് ഏട്ടനെ പോലെ ഒരാളെ കിട്ടിയത്. വലിയില്ല കുടിയില്ല ഒന്നും പെൺകുട്ടിയുടെ ചെക്കൻ ഞങ്ങളുടെ ഫാമിലി കാണാനില്ല. നല്ലവനായൊരു ഉണ്ണിയാണ്. വായല് വിരലിട്ടാ പോലും കടിക്കാത്ത ഒരാൾ ഇത്രയും പാവമുള്ള ഒരു ചക്കര വയനാട്ടിലുണ്ട്. നല്ലൊരു മോനാണ്. ചക്കര ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളാണ്. എല്ലാത്തിനും കൂടെ ഉണ്ടാവും. ഈ അച്ഛനാണ്, ഏട്ടനാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്, ഒക്കെയാണ്. അപ്പം ഭയങ്കര ചില്ലാണ്, ഭയങ്കര കൂളാണ്. ഏട്ടൻ അടിപൊളിയാണ്. ഞങ്ങളുടെ മാളിനെ പറ്റി പറയുകയാണെങ്കിൽ ഷീസ് വെരി മെച്ചേർഡ്. ഇതുപോലുള്ള മെച്യൂരിറ്റി ഉള്ള ഒരു കുട്ടി ഞങ്ങളുടെ ഒരു ജനറേഷനിൽ സംശയമാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് കല്യാണം എന്ന് പറഞ്ഞപ്പോ തന്നെ എക്സൈറ്റഡ് ആയിരുന്നു. അവളുടെ ഡ്രസ്സ് എടുക്കുന്നതിലും ഓർണമെന്റ്സ് എടുക്കുന്നതിലും ഒക്കെ എക്സൈറ്റഡ് ആയിരുന്നു. ഹെയർ സ്റ്റൈല്, മേക്കപ്പ്, എല്ലാത്തിലും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പോഴും എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞങ്ങള് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പണ്ടോട്ടെ സായുജിന്റെ കല്യാണം അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങളെല്ലാ ഫാമിലി ഇത്രയും ദിവസം പ്ലാൻ ചെയ്ത് കാത്തിരുന്ന പരിപാടിയാണിത്. സാഹചര്യം കുറെ കാലമായിട്ട് കാത്തിരുന്ന പരിപാടി. ഒന്നിച്ചാണ് മാളുവിന്റെ ബെഡിൽ കിടന്നത്. ഇന്ന് ഞങ്ങൾ 3 പേരുള്ള അവിടെ കിടക്കാൻ. നമ്മൾ നല്ലോണം മിസ് ചെയ്യും എന്തായാലും ആ ടൈമിൽ. ഇപ്പൊ ആൾക്കാർ കൂടെ ഉള്ളപ്പോ ചിലപ്പോ അത്ര നമ്മൾ അറിയൂല. நான் 1 நிலவே வா என் அருகில் நான் உன்னில் வாழ நான் உனை எண்ணி காத்திருந்தேன். 1 நிலவே வா என் அருகில் நான் உன்னை எண்ணி காத்திருந்தேன். 1 நிலவே வா என் அருகில் நான் உன்னை எண்ணி காத்திருந்தேன். 1 நிலவே வா என் அருகில் நான் உன்னை எண்ணி காத்திருந்தேன். 1 நிலவே வா என் அருகில் நான் உன்னை எண்ணி காத்திருந்தேன். 1 நிலவே வா என் அருகில் நான் உன்னை எண்ணி காத்திருந்தேன். 1 நிலவே வா என் அருகில் நான் உன்னை எண்ணி காத்திருந்தேன். 1 நிலவே வா என் அருகில் நான் உன்னை எண்ணி காத்திருந்தேன். 1 நிலவே வா என் அருகில் நான் உன்னை எண்ணி காத்திருந்தேன். 1 நிலவே வா என் அருகில் நான் உன்னை எண்ணி காத்திருந்தேன். 1 நிலவே வா என் அருகில் நான் உன்னை எண்ணி காத்திருந்தேன். 1 நிலவே வா என் அருகில் நான் உன்னை எண்ணி காத்திருந்தேன். 1 நிலவே வா என் அருகில் நான் உன்னை எண்ணி காத்திருந்தேன்.
വെക്കേഷൻ കിട്ടിയാലും ഉടനെ ഹിമാലയത്തിൽ പോയി അവിടെ സ്ഥലം വാങ്ങിക്കണം എന്നൊക്കെയാണ് ഇടയ്ക്ക് പറയുന്നത്. മെയിൻ കാര്യം മാളു ഷാഹിദ് കപൂറിന്റെ ഡൈ ഹാർഡ് ഫാനാ. മാളുവിന്റെ ഷാഹിദ് കപൂർ ആണ് സായി ബ്രോ. അപ്പൊ ബ്രോയുടെ മീര കപൂർ ആക്കണം അവളെ. നമ്മുടെ കൂട്ടത്തിൽ 4ാമത്തെ കല്യാണമാണ്. കാത്തിരുന്ന് 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 3ാം വസന്തം പോണിരിക്കുന്നു. പിന്നെ ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി. അവർക്ക് കുറേ കാലം ഇങ്ങനെ നന്നായിട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. Happy marriage, Raja!